നമ്മുടെ പിടിച്ചുവരെയുള്ള ഒരു ഐറ്റത്തിൽ തന്നെ പുതിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസാണ്. പിന്നെ കഴിഞ്ഞ ദിവസം കാണിച്ചെല്ലാം എല്ലാവരും റീസ്റ്റോക്ക് ചോദിക്കുന്നുണ്ട്. നമ്മൾ റീസ്റ്റോക്കിന് കൊടുത്തിട്ടുണ്ട്, ബട്ട് എപ്പം വരുമെന്ന് ഒരു പിടുത്തവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് കാണാം. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതൊന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതായത് ഇതിൽ വന്നിട്ട് കണ്ടില്ല, ഈ യോക്കിൽ ഫുള്ളും, മറ്റേന്ന് പറഞ്ഞാൽ ഫുള്ളിങ്ങനെ സ്കാറ്റ് ചെയ്ത് ഫുള്ളി വർക്കാണ്. ഇതിങ്ങനെ യോക്കാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പ്യുവർ വിസ്കസ് ജോർജറ്റ് ഫാബ്രിക്, ലിമിറ്റഡ് കളർ ഷെയ്ഡ്സ്, 4 കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു എന്താ പറയുക, യെല്ലോ, പക്ക യെല്ലോ അല്ല കേട്ടോ, എല്ലാം യെല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ഗ്രീൻ ഷെയ്ഡ്, ഇതും പക്ക ഗ്രീൻ അല്ല, ചെറിയൊരു മിൻറ്റ് ഗ്രീൻ ഒക്കെ പോലെ നിൽക്കും. ഇതൊരു ഒണിയൻ്റെ പോലെയൊക്കെ നിൽക്കും, എക്സാക്റ്റ് ഒണിയനും അല്ല. എല്ലാം ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് കളേഴ്സിന്. ഡീറ്റെയിൽസ് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഈ കളർ എന്ന് പറഞ്ഞാൽ ഒണിയൻ പിങ്ക് അല്ല, ചെറിയൊരു ഒണിയൻ്റെ അകത്ത് തന്നെ ഒരു ഓറഞ്ചിൻ്റെ ബ്ലെൻഡ് വരുന്ന പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. പുതിയൊരു കളർ ഷെയ്ഡ്. ഇതാണ് വർക്ക്, അതായത് യോക്കാണ് ഇതിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് ചെറിയ 3 ലീവ്സിൻ്റെ ഒരു സ്റ്റൈലിലാണ് ബാക്കി പോർഷൻസിൽ സ്കാറ്റർ ചെയ്ത വർക്ക് വന്നേക്കുന്നു. പ്യുവർ വിസ്കസ് ജോർജറ്റ് ഫാബ്രിക് ആണ്. ഈ ദിവസങ്ങളിൽ കണ്ടാലും നമ്മൾ ഹെവിലി ഡാമനായിരിക്കും വർക്ക് കൊടുത്തേക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വർക്ക് ഇങ്ങനെ ടോപ്പ് ഓൾ ഓവർ ആണ്. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എൻ്റെ ദുപ്പട്ടയുടെ ടോപ്പിൻ്റെ യോക്ക് പോർഷൻ ആണ്. ദുപ്പട്ട വിസ്കസ് ഷിഫോണിൽ തന്നെ ഇതേപോലെ കുറച്ചുകൂടെ ഹെവി എംബ്രോയ്ഡറി ആണ്. ടോപ്പിനേക്കാളും കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വർക്കാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുക. സ്കാറ്റർ ചെയ്ത് ഫുള്ളി വരുന്നു. വിസ്കസ് ഫാബ്രിക്കിൽ തന്നെ വന്നേക്കുന്ന ബോട്ടം. ഇതൊരു ചെറിയ ക്രഷ്ഡ് ഫോമിലാണ്, അതായത് ക്രഷ്ഡ് പ്യുവർ വിസ്കസ് ജോർജറ്റ് ഫാബ്രിക് ആണ്. അത് സെമി ക്രഷ്ഡ് ആണ് കേട്ടോ, ഫുള്ളി ക്രഷ്ഡ് അല്ല, ലൈറ്റ് ക്രഷ്ഡ് ഫോം വരുന്നത്. നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കണ്ടത് പ്യുവർ വിസ്കസ് ജോർജറ്റ്, അതിൻ്റെ ക്രഷ്ഡ് ഫോം ഇല്ല. ഇതിൽ ചെറിയ തോതിൽ ചെറിയൊരു ക്രഷ്നെസ് വരുന്നുണ്ട്. ക്രഷ്ഡാണ് ഫാബ്രിക്. അതിൻ്റെ കളർ ചേഞ്ചും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ടാണ്, ക്രഷ്ഡ് വിസ്കസ് ജോർജറ്റ് ഫാബ്രിക് ആയതുകൊണ്ടാണ്. ഫുള്ളി വർക്ക്, വളരെ കംഫർട്ടബിൾ ഫാബ്രിക് ആണ് ഈ പ്യുവർ ഫാബ്രിക്സ് എല്ലാം. ബട്ട് കുറച്ച് കെയർ വേണം. എല്ലാം പ്യുവർ ഫാബ്രിക്കിൽ തന്നെയാണ് ഈ സെറ്റ്സും വന്നിരിക്കുന്നത്. ടോപ്പും ദുപ്പട്ട വിസ്കസ്, ഷിഫോൺ അല്ല കേട്ടോ, ഇതും ക്രഷ്ഡ് വിസ്കസ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് ടോപ്പും ദുപ്പട്ടയും വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് വിസ്കസ് ആൻഡോണും. ഇതും ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ചെറിയ 2-3 കളറിൻ്റെ ഒരു ചെറിയ ബ്ലെൻഡ് വരുന്ന പോലത്തെ ഷെയ്ഡാണ്. അതായത് യെല്ലോയും ചെറിയൊരു നമ്മുടെ ചിക്കു ഒക്കെ മിക്സ്ഡ് ആയിട്ട് പോലെ നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. പ്യുവർ ഫാബ്രിക് 1540 പ്രൈസ്. ഇത് വന്നിട്ട് ഓർക്കിഡ് ആണ് കളർ ഷെയ്ഡ്, ലൈറ്റ് ഓർക്കിഡ് കളർ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. വർക്ക് സെയിം 4 കളർ ഷെയ്ഡ്സ് ആണ് സെറ്റ്സിലുള്ളത്. താങ്ക് യു.